ചൂടുണ്ടാവും. കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇൻസ്റ്റ തുറന്നാൽ വെറും വിഷു സ്പെഷ്യലാണ് കേട്ടോ. ഞാനും ഉണ്ടാക്കി. കഴിഞ്ഞ പ്രാവശ്യം 2.2 മില്യൺ വ്യൂസ് അടിച്ചു നമ്മുടെ സ്വന്തം പൈനാപ്പിൾ പായസം. ഇപ്രാവശ്യം വേറെ രൂപത്തിലും ഭാവത്തിലും അങ്ങോട്ട് ഇറക്കി. ശർക്കര ഞാൻ മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ മുള്ളോടെ കൂടെ ചെത്തി എടുത്തിട്ട് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അട നല്ല തിളച്ച വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുത്ത് നെയ്യിൽ. അതിന് ശേഷം നമ്മുടെ പൈനാപ്പിൾ ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചു. അതിൽ തന്നെ കുറച്ച് അരച്ചും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടയും കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാലടക്കൊക്കെ യൂസ് ചെയ്യൂലേ, സംഭവം അതന്നെയാണ് കേട്ടോ. പിന്നെ മെൽട്ടാക്കി ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഏലക്ക ഇട്ട് കൊടുത്തു. ഏലക്ക കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ രണ്ടാം പാൽ ഒഴിച്ചു. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇത് കുറുക്കി കൊണ്ടുവരണം കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഒരിക്കലും ഇവിടുന്ന് സ്പൂൺ മാറ്റരുത്, പിരിഞ്ഞു പോകും. ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറുക്കി 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 ഇതുപോലെ ആക്കിയ ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഒന്നാം പാല് ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഒഴിച്ചത്. ഒഴിച്ചിട്ട് ഞാൻ സ്പൂൺ എടുത്തിട്ടേ ഇല്ല കേട്ടോ, പിരിഞ്ഞു പോകുമെന്നുള്ള പേടി. കാരണം ഇത്രയും നേരം മെനക്കെട്ടിട്ട് പിന്നെ വറുത്ത് വെച്ച എല്ലാ ഐറ്റംസും ചേർത്തി എടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി കഴിക്കാനും തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തണുത്ത ശേഷം ഇതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. സേവ് ചെയ്യുക, ഷെയർ ചെയ്യുക.